ഹായ്, ഇന്ന് നമുക്ക് ദൈവം ഈ ലോകത്തെ എന്തിനാണ് സൃഷ്ടിച്ചത്, നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നതിനെ പറ്റി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് വരെ എനിക്ക് നൽകിയ സപ്പോർട്ടിനും ഷെയറിനും ലൈക്കിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ദൈവത്തിൽ നിന്ന് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കൃഷ്ണൻ പൂർണ്ണമായി സ്നേഹിക്കുന്നു, ആരെയും ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. ഓരോ ആത്മാവിനും ചെറിയ സ്വാതന്ത്ര്യമേ ഉള്ളൂ. ഒരു ആത്മാവ് കൃഷ്ണനിൽ നിന്ന് വേറിട്ട് ആസ്വദിക്കാനും നിയന്ത്രിക്കുവാനും ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിന് ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ആ സ്ഥലം ഭൗതിക ലോകമാണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? കൃഷ്ണന്റെ നാമമാത്ര ഊർജത്തിൽ, അതായത് തടസ്ഥ ശക്തിയിൽ നിന്നാണ് ആത്മാവ് വരുന്നത്. നാമമാത്ര എന്നാൽ അതിർത്തി രേഖ എന്നാണ് അർത്ഥമാക്കുന്നത്. കരയ്ക്കും വെള്ളത്തിനും ഇടയിലാണ് ഒരു തീരം എടുക്കുക. നാമമാത്ര ഊർജം ആത്മീയ ലോകത്തിനും ശുദ്ധ സേവനം, ഭൗതിക ലോകത്തിനും മായയും സ്വാതന്ത്ര്യവും ഇടയിലാണ്. ഈ നാമസ്ഥാനത്ത് നിന്ന് ആത്മാവിന് കൃഷ്ണനെയോ കൃഷ്ണനിൽ നിന്ന് അകറ്റിയോ നോക്കാൻ കഴിയും. ആത്മാവ് ആത്മീയ ലോകത്തിൽ നിന്ന് വീഴുന്നില്ല. ആത്മീയ ലോകത്ത് മായയും വീഴ്ചയും ഇല്ല. ആത്മാവിന് രണ്ടവസ്ഥകളുണ്ട്: നിത്യസിദ്ധ, നിത്യബന്ധ. നിത്യസിദ്ധ എന്നാൽ ഈ ആത്മാക്കൾ ശാശ്വതമായി മുക്തരാണ്. അവർ എപ്പോഴും ആത്മീയ ലോകത്ത് കൃഷ്ണനെ സ്നേഹത്തോടെ സേവിക്കുന്നു. അവർ ഒരിക്കലും ഭൗതിക ലോകത്തേക്ക് വരുന്നില്ല. നിത്യബദ്ധ എന്നാൽ ഈ ആത്മാക്കൾ മുക്തി നേടുന്നതുവരെ ശാശ്വതമായി വ്യവസ്ഥാപിതരാണ്. അവർ ഭൗതിക ലോകത്തിലാണ്, മായയാൽ മൂടപ്പെട്ടിരിക്കുന്നു. അവർ കൃഷ്ണനെ മറന്ന് സ്വതന്ത്രമായി ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ നിത്യബദ്ധരാണ്, പക്ഷേ നമ്മുടെ യഥാർത്ഥ സ്വഭാവം ഇപ്പോഴും കൃഷ്ണനെ സേവിക്കുക എന്നതാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സർവേശ്വരൻ നിങ്ങൾക്ക് ധാരാളം സമ്പത്തും സമൃദ്ധിയും അറിവും തന്ന് രക്ഷിക്കട്ടെ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിക്കുന്നു.